ഇന്നത്തെ പ്രധാനപ്പെട്ട 5 വാർത്തകൾ അറിയാം. കേരളം മുതൽ ദേശീയതലത്തിൽ വരെ ശ്രദ്ധ നേടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കേരള തീരത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിലുണ്ടായ വ്യത്യസ്ത ബോട്ടപകടങ്ങൾക്ക് പിന്നാലെയാണ് മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ തിരച്ചിൽ തുടരുന്നുണ്ട്. ഇന്ന് തിരച്ചിൽ കൂടുതൽ ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. അടുത്തത് ചെങ്കോട്ടയിൽ ആദ്യമായി വന്ദേ മാതരം. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ചരിത്രപരമായ മാറ്റം. ഓഗസ്റ്റ് 15-ന് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ദേശീയഗാനത്തിനു മുമ്പായി വന്ദേമാതരം ആലപിക്കും. വന്ദേമാതരം രചിക്കപ്പെട്ടിട്ട് 150 വർഷം പൂർത്തിയാകുന്ന വർഷം കൂടിയാണിത്. അടുത്തത് നീറ്റ് സംബന്ധിച്ച് തമിഴ്നാട്ടിൽ നിർണായക നീക്കം. നീറ്റ് വിഷയത്തിൽ തമിഴ്നാട് നിയമസഭ നിർണായക പ്രമേയം പാസാക്കി. ബിരുദ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് സംവിധാനം ഒഴിവാക്കണമെന്നും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം അനുവദിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. വിഷയത്തിൽ രാഷ്ട്രീയമായും വലിയ ചർച്ചയാണ് നടക്കുന്നത്. അടുത്തത് പ്രമുഖ ശാസ്ത്രജ്ഞൻ MP പരമേശ്വരൻ അന്തരിച്ചു. കേരളത്തിലെ ശാസ്ത്രപ്രചാരണ രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ബാർക്ക് മുൻ ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. അടുത്തത് തുടക്കം. സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് പറഞ്ഞത് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. സിനിമയെക്കുറിച്ച് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് നടത്തിയ പുതിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ്. വനിതാ നായികയെ കേന്ദ്രീകരിച്ചുള്ള സിനിമകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വിസ്മയെ ഈ ചിത്രത്തിലേക്ക് തെരഞ്ഞെടുത്തതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇത്രയുമാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയ വാർത്ത ഏതാണ്? കമന്റിൽ പറയൂ. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.